നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ സുപരിചിതയായ ഗായികയാണ് അമൃത സുരേഷ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അമൃതയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. താരത്തിന്റെ വ്യക്തിജീവിതം എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരം ആദ്യം വിവാഹം കഴിച്ചത് നടൻ ബാലയായിരുന്നു. എന്നാൽ ഈ ബന്ധത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് ഏറെ നാൾ ഒറ്റയ്ക്കായിരുന്നു അമൃത. എന്നാൽ 2022 താൻ സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലാണെന്ന് അമൃത വ്യക്തമാക്കി. ഇരുവരും ചേർന്ന് നിൽക്കുന്ന പ്രണയാർദ്രമായ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു അമൃത തന്റെ പ്രണയം ആരാധകരുമായി പങ്കുവച്ചത്. തുടർന്ന് ഗോപി സുന്ദറുമായുള്ള നല്ല നിമിഷങ്ങളെല്ലാം അമൃത തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നു. ജീവിതം ഏതെല്ലാം തരത്തിൽ വെല്ലുവിളിച്ചാലും അമൃത സുരേഷ് അതെല്ലാം തന്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സ്ഥിരം പതിവുണ്ട്. അമൃതയുടെ ഓരോ പോസ്റ്റും നേരിടുന്ന ആക്രമണം അത്രയേറെ ഉണ്ടായിരുന്നു. അതുകൂടാതെ മറ്റു പലയിടങ്ങളിലും അമൃത നിശിത വിമർശനത്തിന് പാത്രമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വർഷം തന്റേതാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിലാണ് അമൃത. പോയ വർഷം അവസാനിക്കും മുൻപേ തിരിച്ചുവരവിന്റെ ആദ്യ സൂചനകൾ അമൃത നൽകിയിരുന്നു. അതിന്റെ ഭാഗമായെന്നോണം അമൃത ഒരു ടോക്ക് ഷോ ആരംഭിച്ചിരുന്നു. സുപ്രധാന സെലിബ്രിറ്റികൾ പലരും അമൃതയുടെ ഷോയിൽ അതിഥികളായി. ഇക്കുറി അമൃത തനിച്ചല്ല, ഒപ്പം ജോ ആന്റൺ കൂടിയുണ്ട്. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് അമൃതയുടെ പുതിയ പ്രഖ്യാപനം. സംഗീത വഴിയിലാണ് അമൃതയുടെ പുത്തൻ ഉദ്യമം. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഫെബ്രുവരി 9 ആ തീയതി. അമൃതയുടെ പുതിയ ഗാനം വരികയായി. യമൻ തരണ എന്ന ഗാനത്തിന്റെ കർട്ടൻ റേസർ എന്നോണമാണ് പ്രഖ്യാപനം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ എത്തിച്ചേർന്നത്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിൽ ജോ നടത്തിയ ചില സംഭാവനകൾ കൂടി ചേർന്നാണ് പുതിയ ഗാനം. ഇത് സംബന്ധിച്ച് 2 ദിവസങ്ങൾക്ക് മുൻപ് അമൃത സുരേഷ് മറ്റൊരു വീഡിയോ പോസ്റ്റ് ഇട്ടിരുന്നു. കുറച്ച് നാളുകളായി പുതിയ പാട്ടൊന്നും ഇല്ലേ എന്ന ചോദ്യം അമൃതയും കേട്ടുവരികയായിരുന്നു. അമൃതയെ പലതരത്തിൽ പിടിച്ചു കുലുക്കിയ വർഷമാണ് കടന്നുപോയത്. അച്ഛന്റെ മരണമായിരുന്നു വ്യക്തി ജീവിതത്തിലെ വലിയ ദുഃഖം. കുറച്ചുനാൾ ആരോടും ഒന്നും പറയാതെ അമൃത തീർത്ഥയാത്ര പോയി തിരികെ വന്നു. അതിനുശേഷം വീണ്ടും യാത്ര പോയതും അമൃതയുടെ ഒപ്പം അമ്മ ലൈല സുരേഷും മകൾ അവന്തികയും കൂടെ കൂടി. ഉത്തരേന്ത്യൻ പുണ്യ നഗരങ്ങളിൽ യാത്ര പോയ ശേഷമാണ് അവർ നാട്ടിലേക്ക് മടങ്ങിയത്. ഇതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. നിരവധി പേരാണ് കമന്റുകളും ആശംസകളും മറ്റുമായി എത്തിയിരുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ് അമൃതയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് ബാല രംഗത്തെത്തിയിരുന്നത്. മകളെ ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ദേഷ്യത്തിലായിരിക്കുമ്പോഴോ സങ്കടത്തിലായിരിക്കുമ്പോഴോ സംസാരിക്കാൻ പാടില്ല. എന്നാലും ഞാൻ പറയാം, കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി. സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ഞെട്ടിപ്പോയി. അതുവരെ ഞാനൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കുടുംബം, കുട്ടികൾ എന്നിവയ്ക്കൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല, ഇനി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അന്ന് ഞാൻ തളർന്നുപോയി. എല്ലാം തകർന്ന ഒരു സെക്കൻഡിൽ. അതോടെ ഫ്രീസായി. 3 പേര് എസ്കേപ്പ് ആവില്ല, 2 പേരല്ല 3 പേര് എന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത്. പിന്നാലെ ബാലയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി അമൃത രംഗത്തെത്തിയിരുന്നു. തന്റെ അഭിഭാഷകർക്കൊപ്പം എത്തിയായിരുന്നു അമൃതയുടെ മറുപടി. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.